കാണാൻ നല്ല മൊഞ്ചുള്ള എന്നാൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുട്ടയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 3 മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിലെ അത് പുഴുങ്ങിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. 3 മുട്ടയ്ക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് മതി കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടെടുക്കുക. കൂടുതൽ ടൈം ഇട്ടിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. ആ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് പേസ്റ്റായി കിട്ടുന്നത് വരെ മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് കേക്ക് ടിന്നോ ഏതെങ്കിലും മോൾഡോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമായാലും മതി കേട്ടോ. അതിലോട്ട് നല്ലപോലെ പശു നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പശു നെയ്യ് തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. ഞാനിത് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിലൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും ബ്രഷ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഈ റെഡിയാക്കി വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ റെഡിയാക്കി കിട്ടും കേട്ടോ. ആ ടൈമിൽ നമുക്ക് വീണ്ടും മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 3 മുട്ടയും 2 ടീസ്പൂൺ പാൽപ്പൊടിയും 3 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ചേർക്കുക. പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ തന്നെ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായ ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പകുതി മാത്രം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതി മാത്രം ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ 2 ലെയറാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ ആവിയിലാണ് കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത്, അത് പറയാൻ വിട്ടുപോയി. ഇനി ഇതും കൂടി ഒരു 15-20 മിനിറ്റ് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള കിഡിലിന് സ്നാക്ക് കിട്ടും കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്